ഒരുപാട് എക്സൈറ്റ്മെന്റ്സും പ്രതീക്ഷയോടുകൂടി കാണാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു L2 എമ്പുരാൻ എന്നുള്ള മൂവി. ഓരോ പ്രമോഷൻ വീഡിയോ കാണുമ്പോഴും ട്രെയിലർ കാണുമ്പോഴും അതിലുള്ള ചിത്രീകരണവും ഓരോ എലമെന്റ്സും കണ്ട് മലയാള സിനിമയിൽ ഇതൊരു പുതിയ തുടക്കം കുറിക്കലായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ L2 എമ്പുരാനെ നോക്കി കണ്ടിരുന്നത്. പക്ഷേ കണ്ടതിന് ശേഷം തിയേറ്ററിൽ പോയി കണ്ടുവന്ന പ്രേക്ഷകരുടെ മറുപടികൾ ടി വിയിൽ കണ്ടത് പാൻ ഇന്ത്യൻ മൂവി ക്വാളിറ്റി ഉള്ള ഒരു മൂവിയാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൂവി ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ് L2 എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അത്രയും ഒരു പ്രതീക്ഷ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് അതേ സമയത്ത് തന്നെ പലരും അതിനായിട്ട് അയ്യോ അത്ര പോരാ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും ഒരു ഭാഗത്തുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടിയും ഒരു പോസിറ്റീവ് നോട്ട് മനസ്സിൽ കൊണ്ടുവച്ച് ശരിയില്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ മീൻസ് എങ്ങനെയായാലും അതൊരു നല്ല മൂവി ആയിരിക്കും എന്ന് കരുതി കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അഭിപ്രായം എന്ന നിലയിൽ ഇതൊരു പാൻ ഇന്ത്യ മൂവിയോ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള മൂവിയോ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അല്ല എന്ന് ഖേദപൂർവ്വം ഉത്തരം പറയേണ്ടി വരും, അല്ലെങ്കിൽ മറുപടി കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ L2 എമ്പുരാന്റെ മുൻപുള്ള മൂവി, അതായത് ലൂസിഫർ എന്നുള്ളൊരു മൂവി, ഒരു കഥയുടെ കഥ അല്ലെങ്കിൽ അതിനൊരു സ്റ്റോറി ഉണ്ട്. എല്ലാം നടക്കുന്നതും ഓരോ ലിങ്ക് ആയിട്ടാണ്. നമ്മൾ ലൂസിഫറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചില നല്ല ഭാഗങ്ങളും ഉണ്ട്, അതിനനുസരിച്ചുള്ള നെഗറ്റീവ്സും ഉണ്ട്. ഇപ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും ഞാൻ പറയട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ നിമിഷം കഴിയുമ്പോഴും ഞാൻ മനസ്സിൽ പറഞ്ഞു അയ്യോ ഇതോ ഉള്ളോ, അല്ലെങ്കിൽ ഇസ് ദാറ്റ് ഓൾ, ലൈക്ക് ഇത്ര ഇതാണോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇതാണോ ഇതിന്റെ ഒരു സോൾ എന്ന് പറയുന്നത് എന്നുള്ള ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ നേരെ മറിച്ച് അതേ സൈഡിൽ തന്നെ നമ്മളെ മലയാള സിനിമയിൽ ഇത്രയും നന്നായിട്ട്, അതായത് ഞാൻ പറയുന്നത് അഭിനേതാക്കളാവട്ടെ, അതിൽ അഭിനയിച്ച എല്ലാവരും, ലാലേട്ടനും പൃഥ്വിരാജും, ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് അഭിനയിച്ച ആളുകൾ പോലും, ഇതിലെ ഓരോ അഭിനേതാക്കളും അവർക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് 100% ജസ്റ്റിഫൈ ചെയ്ത് അത് നല്ല മികവോടെ തന്നെ ഒരു കുറവും ഇല്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിന് ഒരു കുറവുമില്ല. നമ്മളുടെ ചിത്രീകരണം മീൻസ് VFX ആവട്ടെ, എല്ലാ ഗ്രാഫിക്സും സംഭവങ്ങളും സെറ്റ് ആവട്ടെ, ഇത് ഞാൻ ചില ഇന്റർവ്യൂവിൽ കണ്ടതാണ് ആ സെറ്റിന് എത്രത്തോളം കഠിന പ്രയത്നം വേണ്ടി വന്നു ആ ഒരു സെറ്റ് ഇടാൻ, ഒരു ഫൈറ്റ് സീൻ ഇടാൻ, അല്ലെങ്കിൽ ഓരോ ഇതിനും വേണ്ടിയിട്ട് എത്രത്തോളം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത്, അതിന്റെ എത്രത്തോളം അവർ മുതൽ മുടക്കിയോ അതിന്റെ എല്ലാം കാണാനുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ബാഹുബലിയിലുള്ള മൂവിന്റെ VFXനെ പോലും, അതിന്റെ ഒരു നമ്മളെ ക്രിയേഷനെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു ഒറിജിനാലിറ്റി, അതായത് ഹോളിവുഡ് മൂവീസിലൊക്കെ തോന്നിക്കില്ലേ, നമ്മൾ അവരെ സെറ്റിട്ടുള്ള സംഭവങ്ങളൊക്കെ, ഗ്രാഫിക്സ് ഒക്കെ നമുക്കൊരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അതേപോലെ ഈ സിനിമയിലും അത്ര നല്ല റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. ഓരോ ഫൈറ്റ് സീൻ ആവട്ടെ, ഓരോ എലമെന്റ്സ് ആവട്ടെ അതിലിട്ടിട്ടുള്ളത്, അതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ മലയാള സിനിമയിൽ എത്രയോ പൈസ മുടക്കി ഒരു മൂവി നിർമ്മിച്ചതിൽ അതിന്, അതായത് പൈസ ചെലവാക്കിയ ഒരു ചിത്രീകരണ സംവിധാനങ്ങൾക്കൊക്കെ അതിനധികം അതേ മികവ് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് എൻഡ് ഓഫ് ദി ഡേ കഥ, ഒരു മൂവി എന്ന് പറയുന്നത് അതിന്റെ കഥയാണ്, അതിന്റെ ജീവനല്ലേ. അപ്പൊ ഇതില് എന്ന് പറയുന്നത് നമുക്കൊരു കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതായിപ്പോയി. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു മൂവി അതിന്റെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റിയോ, അല്ലെങ്കിൽ അത്രയും മനസ്സുകൾ കൈയടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു ആൻസർ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളൊരു മലയാളി ആരാധകർ, അഭിനേതാവിനെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടെ മലയാള സിനിമ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പം മോഹൻലാലിന്റെ ഓരോ എൻട്രി സീനിലും നമുക്കൊക്കെ അത്രയും നല്ല ഒരു ഹാപ്പിനെസ് ഉണ്ട്, നമ്മൾ ആരാധിക്കും, നമ്മൾ കൈയടിക്കും. പക്ഷെ ഈ കഥയിലെ കഥാപാത്രത്തിന് അത്രയും നമ്മൾ വില കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് എനിക്കില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ ഒരു കണക്ടിവിറ്റി ഇപ്പം ഞാൻ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം റിവ്യൂ തന്നെ പറയാന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് സീൻ എന്നെ ചില സ്ഥലത്ത്, അതായത് ഇവിടെ ഓരോ
നമ്മൾ പറയില്ലേ ഓരോ എല്ലാം കോർത്തിണക്കി ഒരേ ആളത്തിൽ വരുന്ന എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഒരു അർത്ഥവത്തായ സിനിമ എന്ന് പറയത്തില്ലേ. അതേപോലെ ഇവിടെ ആ കോർത്തിണക്കിയതിന് അവിടെ ഇവിടെ ഒന്ന് ഏറ്റവും കൂടിയും കുറഞ്ഞും പോയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ സാറ്റലൈറ്റ്, ഒരു ചൈന സാറ്റലൈറ്റ് ഷാഡോ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനയുടെ സാറ്റലൈറ്റ് നമ്മളുടെ കേരളത്തിന്റെ മുകളിൽ, അതായത് ഇന്ത്യയുടെ മുകളിൽ നിന്ന് ആ കാണിക്കുന്ന ഒരു സീൻ, എന്നിട്ടാണ് പോയിട്ട് നെടുമ്പള്ളി പ്രസന്റ് ഡേ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു മൂവിക്ക് എത്രത്തോളം അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ദാറ്റ് റിയലി റിലവന്റ് എന്ന് വെച്ചാൽ ഇല്ല. പിന്നെ നമ്മളെ കാണികളെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ബാക്ക് ആൻഡ് ഫോർത്ത്, അതായത് ലണ്ടൻ ആവട്ടെ, ഫ്രാൻസ് ആവട്ടെ, ചൈന, അവിടെ ഇവിടെ എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ക്ലിപ്സിൽ ഓരോ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഈ നമ്മളൊരു ഇന്റർനാഷണൽ ടൂർ തന്നെ നടത്തിയ പോലെയാണ് ഈ മൂവിയിലുള്ളത്. പക്ഷെ അതൊക്കെയും ഒരു മേൽപ്പൊടി പോലെ ആയിപ്പോയോ എന്നാണ് ഇവിടെ കാണിക്കാൻ പറ്റുന്നത്. ഇത് ഈ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു കഥയ്ക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി ഇറെലവന്റ്. ആൻഡ് ലോഡ് ഓഫ് സ്ലോ മോഷൻസ്. അത് എല്ലാത്തിനും നമുക്ക് ഒരു ആവശ്യമുള്ളിടത്ത് ആകാം, പക്ഷെ എല്ലാത്തിനും സ്ലോ മോഷൻ കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഡ്രാഗ് ആയി പോയോ എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഉണ്ട് എനിക്ക്. നമ്മൾ പറയാം ആൾക്കാരെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ചരിത്രത്തില്. ആ ഒരു ചരിത്രത്തിലെ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി തുടങ്ങുന്നത്. അപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതും സിനിമയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ അത്ര വലിയ ബന്ധമൊന്നുമില്ല. കാരണം അതൊന്ന് കാണിക്കുന്നുണ്ട്. അവിടുത്തെ ആ ഒരു കലാപത്തിന് ശേഷം മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഫൈറ്റില് പൃഥ്വിരാജ്, ആ ഫസ്റ്റ് കാണിക്കുന്ന യങ് ചൈൽഡ്ഹുഡ് പൃഥ്വിരാജിനെ കുടുംബത്തെ എല്ലാം ബൽദേവ് വന്നിട്ട് കൊന്നടക്കുന്ന ആ ഒരു ഘട്ടമാണ്. അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ എല്ലാം ബൽദേവ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് മുസ്ലിം ആൻഡ് ഹിന്ദു ഭീകരത മൂലം, തമ്മിൽ തല്ലൽ മൂലം അവരുടെ പൃഥ്വിരാജിന്റെ എല്ലാവരെയും, അതായത് ഇവൻ കൂടപ്പിറപ്പുകളും എല്ലാവരും നഷ്ടപ്പെടുന്ന ഒരു പൃഥ്വിരാജിനെയാണ് കാണിക്കുന്നത്. അത് നമ്മളെ ആ ഒരു ചരിത്ര ബഹുലമായ ഒരു സംഭവത്തായിട്ട് ലിങ്ക് ചെയ്യുന്നതിലോട് അത് ഒന്നില്ലെങ്കിൽ അത് അത്രയും വലിയൊരു സംഭവമാണ്. അതൊരു വലിയൊരു ട്രാജിക് ഇവന്റ് ആണ് നമ്മുടെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ളത്. വൺ ഓഫ് ദ ട്രാജിക് ഇവന്റ് ആണ് അത് നമ്മളൊരു പോയിന്റ് ഔട്ട് ആയിട്ട് കാണിക്കുമ്പോൾ, അതായത് ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. നമ്മൾ OTT അത് റിലീസാണ്. അതായത് ഈ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, ശരി, ഞാൻ അധികം പേരോ അങ്ങനെ ഒന്നും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇഫ് എനിബഡി ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും അത് എന്തുകൊണ്ടാണ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടായെന്നുള്ളതൊക്കെ അത് കൃത്യമായിട്ട് ട്രൂ ഇൻസിഡന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവി തന്നെ ഉണ്ട്. ആ ഒരു ഇൻസിഡന്റിനെ റിലേറ്റ് ചെയ്തിട്ട് മേൽപ്പൊടി പോലെ അത് കാണിച്ചിട്ട് പിന്നെ അതാണ് പൃഥ്വിരാജിന്റെ പാസ്റ്റ് എന്നുള്ള രീതിയിലാണ് മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. അത് നമുക്കൊരു എനിക്കൊരു അയ്യോ എന്നുള്ള രീതിയിലായിപ്പോയി. ഒരു നെക്സസ് തന്നെ ഉണ്ട് മോഹൻലാലിന് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് എൻഡിലാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് നമ്മൾ L2 എംപുരാനിലുള്ളത്. ഇതിലാകട്ടെ പക്ഷെ ഇതിലെന്ന് വെച്ചാൽ അത് കാണിക്കുന്നത് തന്നെ മോസ്റ്റ്ലി ഫസ്റ്റ് ഇതിപ്പോ ഞാൻ പറയുമ്പോ തന്നെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ് ആവുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അതിലും. അത് കുറച്ചങ്ങോട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ആ ബ്ലാസ്റ്റിൽ വന്ന് മോഹൻലാലിന്റെ മോതിരം കാണിക്കുന്നു. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാക്കുന്നു അതൊരു ഓർക്കസ്ട്രേറ്റഡ് ഇവന്റ് ആയിരുന്നു. അതായത് ഇന്റർപോളിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്, കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇയാളുടെ ഒരു ഫേക്ക് ഡെത്ത് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർക്കസ്ട്രേറ്റഡ് ഇവന്റ് ആയിരുന്നു ആ ബോംബ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് കുറെ എനിമി ഉണ്ട്. അതായത് വൺ ഓഫ് ദ എനിമിയാണ് ഈ കബൂക്ക എന്ന് പറയുന്നത്, ആ ഡ്രഗ്സ് അണ്ടർവേൾഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹം കൊല്ലുന്നു. അപ്പൊ ഈ ഒരു പാട്ടെന്ന് പറയുന്നത്, കുറെ അധികം പാട്ടെന്ന് പറയുന്നത് മോഹൻലാലിന്റെ അധോലോകത്തിലുള്ള ആ ഒരു ലൈഫിനെ കാണിക്കാനുള്ള, അല്ലെങ്കിൽ എത്രത്തോളം ശക്തി
പവർഫുൾ ആണ് മോഹൻലാൽ എന്ന് കാണിക്കാനുള്ളതാണ് ആ ഒരു പാട്ട് കാണിക്കുന്നത്. കബൂക്കയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ഇന്റർപോൾ ഏജന്റിനെ മോഹൻലാൽ കൊന്നതുകൊണ്ടാണ് ഇന്റർപോൾ, അതായത് MIA ആൾക്കാര് വന്ന് മോഹൻലാലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തുനിയുന്നത്. പക്ഷെ അവർ ലേറ്റർ ആണ് അറിയുന്നത് ദാറ്റ് ഇന്റർപോൾ ഏജന്റ് ഈസ് എ ഡബിൾ ഏജന്റ്. കബൂക്കയുടെ ഒരു വൺ ഓഫ് ദ പീപ്പിൾ ആയിരുന്നു ദാറ്റ് ഇന്റർപോൾ ഏജന്റ്. അപ്പോ ഇങ്ങനെ കുറെ സംഭവങ്ങൾ അതിലൂടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എന്താണ്, മഞ്ജു വാര്യർ ടൊവിനോ ക്ലാഷ്, ബൽദേവ് വരുന്നു. ഇപ്പോ അതൊരു വലിയ പ്രശ്നമാകാൻ പോകുകയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന്. അപ്പൊ മോഹൻലാലിനെ എന്താണ് ഇങ്ങോട്ട് വരുത്തിക്കാൻ വേണ്ടി പല രീതിയിലും ഇന്ദ്രജിത്തും, അതായത് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഇന്ദ്രജിത്തും പലരും കണക്ട് ചെയ്ത് പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരാനുള്ള ഒരു സംഭവമാണ്. അപ്പോ ശരി, ഇവിടെ ഒരു പ്രശ്നം, കേരളത്തിൽ പ്രശ്നം നടക്കുന്നു. മോഹൻലാൽ ഓൾറെഡി ഡിറ്റാച്ച്ഡ് ആയിട്ട് മോഹൻലാലിന്റെ ആ ഒരു വേൾഡിലാണ്. പിന്നെ അവിടെ നിന്നെല്ലാം ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്ത് മോഹൻലാലിന്റെ ഒരു മരണവാർത്ത സൃഷ്ടിച്ച് മോഹൻലാൽ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. ഇപ്പോ ഇവിടെ ഒരു പൃഥ്വിരാജിന്റെ ഒരു കണക്ഷനും കൂടെ കൊണ്ടുവരുന്നത് എന്താ, ബൽദേവ് ഇതിലെ ഒരു മെയിൻ വില്ലനായിട്ടാണ് നമ്മൾ കാണുന്നതല്ലോ. പക്ഷെ ഒരു മോഹൻലാലും ബൽദുമായിട്ട് ഡയറക്ട്ലി ഒരു മാച്ചും ഇല്ല. അവസാനം മോഹൻലാൽ തിരിച്ചു വന്ന് ബൽദേവിനെ കൊല്ലുന്നത് പൃഥ്വിരാജിന്റെ കൂടെയാണ്. പൃഥ്വിരാജിനെ അവന് ബൽദേവിനെ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പറയും, ഇതാണ് മെയിൻ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാസ്റ്റ് ഓഫ് പൃഥ്വിരാജ്, അതും അത്രയും ഒരു വലിയൊരു സംഭവത്തിനെ ചെറുതായിട്ടൊന്ന് കാണിച്ച് അതിന്റെ ഒരു വിക്ടിമായിട്ടുള്ള പൃഥ്വിരാജാണ്. അതെന്തോ ഇത്രയോ വലിയ സംഭവമാണ്. അതില് ഫാമിലി എല്ലാം നഷ്ടപ്പെട്ട ഒരു വിക്ടിമാണ് പൃഥ്വിരാജ്. പിന്നെ പൃഥ്വിരാജിന് ഒരു തീവ്രവാദ ആ ഒരു സംഘടനയിൽ നിന്നും മോഹൻലാൽ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഗ്രൂം ചെയ്ത് പിന്നെ അയാൾ ഒരു നല്ല അതായത് കൂടെ നിർത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ പൃഥ്വിരാജിന് റിവെഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം ചെയ്തു കൊടുക്കുകയാണ് മോഹൻലാൽ. എങ്ങനെ ബൽദേവിനെ കൊല്ലാനുള്ള ഒരു അവസരം മോഹൻലാൽ ഒരുക്കി കൊടുക്കുകയാണ്. പിന്നീട് ബൽദേവുമായിട്ടുള്ള വഴിവിട്ടുള്ള പൊളിറ്റിക്സ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അത് എതിർക്കുകയും പിന്നെ മഞ്ജു വാര്യറിനെ മെയിൻ ആയിട്ട് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരികയാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് മെയിൻ. പക്ഷേ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ ഈ മൂവി എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം നോക്കൂ, ഒരു 2.25 മണിക്കൂറുണ്ട് ടോട്ടൽ മൂവി. അത്രയും അതും അങ്ങോട്ടും ഒരു ഫ്ലാഷ് ബാക്ക് ഒരു സ്ഥലത്ത് നടക്കുന്നു, പിന്നെയും ബാക്ക് ആൻഡ് ഫോർത്ത്. ഫസ്റ്റ് തുടക്കത്തിലുള്ള ബ്ലാസ്റ്റ്, വേറെ മോഹൻലാൽ മരിച്ചതായിട്ട് കാണിക്കുന്ന ആ ഒരു സംഭവം 2 പ്രാവശ്യം തന്നെ നമുക്ക് പാസ്റ്റും പ്രസന്റും കാണിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രാൻസ്, ലണ്ടൻ, ടർക്കി എന്നുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറി കാണിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അയ്യോ ഇത് എവിടെയാണ് ലിങ്ക് ആവുന്നത്, എവിടെയാണ് കണക്ട് ആവുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിപ്പോവും. പിന്നത്തെ ഈ ഇത്രയും ഒരു 2.25 മണിക്കൂറുള്ള മൂവിയില് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്ട്, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തോന്നിയ ഒരു പാട്ട് എന്ന് പറയുന്നത് എൻഡില് ജതിനെ വന്ന് ആ ഹെലികോപ്റ്ററിൽ ബ്ലാസ്റ്റ് ചെയ്ത്, അതായത് കബൂക്കൈനെ കൊന്നതിനുള്ള പ്രതികാരമായിട്ട് ചൈന ുള്ള നെക്സസ് ഉണ്ടല്ലോ അത് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ടൊവിനോയെ ആ ഹെലികോപ്റ്ററിൽ വെച്ച് ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് അവരുടെ മുന്നിൽ വെച്ച് കൊല്ലുന്ന ഒരു സീൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതൊരു ടേണിംഗ് പോയിന്റ്. അതായത് ഇൻ ദ എൻറ്റയർ മൂവി ഇൻ ദ ക്ലൈമാക്സ് ആണ് ഓ ഇനി അടുത്ത് എന്താ സംഭവിക്കുക എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്ട് വന്നത് എനിക്ക് ആ ക്ലൈമാക്സിലാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് മോഹൻലാൽ എങ്ങനെയാണ് ഈ അധോലോകത്തിലോട്ട് വന്നതെന്നുള്ള ഒരു ഹിന്റ് കാണിക്കണം. അതായത് മോഹൻലാലിറ്റി ഒരു 2030s ആ ഒരു ടൈമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ പാർട്ട് 3 വരാനുള്ള ചാൻസും ഉണ്ട്. അതിൽ എങ്ങനെയാണ് മോഹൻലാൽ ഇതിലോട്ട് വന്നതെന്നും അങ്ങനെ കാണിക്കാനുള്ള ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 3 മേ ബി ഇപ്പം ടൊവിനോനെ കൊന്ന ആ ഒരു റിവെഞ്ച് എടുക്കാൻ 3 എന്താ റിവെഞ്ച് എടുക്കുന്നത് എങ്ങനെയാണെന്നും കാണിച്ചായിരിക്കാം. അപ്പോൾ എൻ്റെ ഇത് പറയുന്നത് എൻഡ് ഓഫ് ദ ഡേ ലൈക്ക് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് കണക്റ്റിംഗ്. ഇറ്റ് വാസ് ഒരു പ്രോപ്പർ ഒരു വർത്ത് മൂവി. അങ്ങനെ എന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് മൂവി എന്ന് പറയില്ല, എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു മൂവിയാണോ എന്ന് ചോദിച്ചാൽ
അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറെ എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഉള്ള മൂവി ആയിരുന്നു എന്ന് വെച്ചാൽ അതെ, വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു മൂവി ആയിരുന്നു. അത് ഒരു നമ്മൾ പറയില്ലേ, അതിൻ്റെതായ അളവ്, അതിൻ്റെതായ ഒരു രീതിയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് മികച്ചൊരു സിനിമ ആയേനെ. ഇത് പക്ഷെ അത് കുറച്ചെവിടെയോ നഷ്ടപ്പെട്ടു പോയോ. കാരണം അഭിനയത്തിന് ഒരു കുറവില്ല. നമ്മളെല്ലാവരും ആരാധിക്കുന്ന അഭിനേതാക്കൾ ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് പോലും അതിന്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഒരു അതിന്റെ എല്ലാം പക്കായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ VFX ആവട്ടെ, എല്ലാ ചിത്രീകരണം, എല്ലാ ഒരു ബാക്ക്ഗ്രൗണ്ട് ആവട്ടെ, ഒക്കെ സംഭവങ്ങളൊക്കെ അതും അതുപോലെ അടിപൊളി. പക്ഷേ കഥയിലോട്ട് വരുമ്പോൾ ആ കഥയും അത് നരേറ്റ് ചെയ്ത രീതിയും നോക്കുമ്പോഴാണ് കുറച്ച് അങ്ങ് നീണ്ടുപോയോ, അല്ലെങ്കിൽ ഒരു ആഡ് ചെയ്തത് അളവ് കൂടിപ്പോയോ എന്നുള്ളൊരു സംശയം എനിക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു എമ്പുരാൻ ആയിരുന്നില്ല കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതായിരുന്നില്ല കിട്ടിയത്. എനിക്ക് ഒരു ഡിസപ്പോയിൻമെന്റ് ആണ് തോന്നിയത്. ഡിസപ്പോയിൻമെന്റ് ഇൻ ദ സെൻസ്, ആ കഥ നേരെ ചൊവ്വേ അതല്ലെങ്കിൽ അതൊരു നല്ലപോലെ ഒരു താളത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള രീതിയിൽ എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് സന്തോഷം അല്ലെങ്കിൽ ഒരു അഭിമാനം തോന്നിയതെന്ന് വെച്ചാൽ നമ്മളെ മലയാള സിനിമയിൽ ഇത്രയും നല്ലൊരു, അതായത് ഹോളിവുഡിന് അതേ ഒരു എഫക്റ്റ് വരുന്ന രീതിയിലുള്ള ചിത്രീകരണം കൊണ്ടുവന്നല്ലോ എന്നുള്ളൊരു അഭിമാനമുണ്ട്. പക്ഷെ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു മൂവി അങ്ങ് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റിയില്ലല്ലോ അതിന് എന്നുള്ളൊരു സങ്കടവും അതിന്റെ അതേ സ്ഥാനത്തുണ്ട്. അപ്പോൾ hope you guys like this video. Have a nice day.